ഇതെന്റെ അച്ഛമ്മ. അപ്പൊ പായസം അച്ഛന് വേണ്ടി കഴിക്കുന്ന അച്ഛന് ഇഷ്ടപ്പെട്ട ഗായ്സ്, എല്ലാവർക്കും ആബിച്ചന്റെ പുതിയതിലേക്ക് സ്വാഗതം. അപ്പൊ ഗായ്സ്, നമ്മള് ഇന്ന് ഏപ്രിൽ 15, നാളെ ഏപ്രിൽ 16 എന്റെ അച്ഛന്റെ ബർത്ത്ഡേ ആണ്. അപ്പൊ അച്ഛൻ ഈയിടെ നാട്ടിൽ വന്നിട്ട് എല്ലാരും ഷോർട്സ് കണ്ടിട്ടുണ്ടാവും. അപ്പം നമുക്ക് അമ്മയോട് ചോദിച്ചു നോക്കാം, അച്ഛന് സർപ്രൈസ് കൊടുക്കാന്ന്. അച്ഛൻ നല്ല ഉറക്കാണ്. അച്ഛൻ ടിവിയും കണ്ടിട്ട് ഉറങ്ങിപ്പോയി. അപ്പൊ അമ്മയ്ക്ക് ഇപ്പൊ പോവാൻ പറ്റിയ സമയമാണ്. അപ്പൊ അമ്മ പോയിട്ട് അമ്മയോട് ചോദിച്ചു നോക്കാം. അമ്മ, അച്ഛൻ സർപ്രൈസ് കൊടുത്താലോ? വ്ളോഗ്. നാളെ അച്ഛന്റെ ബർത്ത്ഡേ അല്ലേ? അപ്പൊ നമുക്ക് നാളെ അച്ഛൻ സർപ്രൈസ് കൊടുത്താലോ? ഡ്രസ് വാങ്ങാ, കേക്ക് വാങ്ങാ, നമുക്ക് പോവാ. ഇപ്പൊ പോവാൻ പറ്റിയ സമയം, കാരണം അച്ഛൻ നല്ല ഉറക്കാ. അപ്പം കഴിച്ച് നമുക്ക് ഇരുട്ടിയിലേക്ക് പോകാം. അല്ലമ്മേ, ഇരുട്ടിയിൽ പോയിട്ട് അച്ഛൻ എന്റെ ഡ്രസ്സോ കേക്കോ ഒക്കെ വാങ്ങിട്ട് വരാം. എന്റെ അച്ഛന്റെ അനിയന്റെ മോളാണ് ഇവള്. ഇത് എന്റെ സ്വന്തം ആമിക്കുട്ടി അല്ലേ? ആയി പറഞ്ഞേ. അപ്പൊ എല്ലാവരും നമുക്ക് ഇരുട്ടിയിലേക്ക് പോകാം. ഇനി ബാക്കി വിശേഷങ്ങൾ അത് ഇരുട്ടിയിൽ പോയി കാണിക്കാം. കൂടി ഒരാളും കൂടി ഇരുന്നുണ്ട്. അപ്പൊ കഴിച്ച് നമ്മളത് ഇറങ്ങി ഇരുട്ടി പോയി നിന്നിട്ടാ ഉള്ളേ. നമ്മളെല്ലാരും ഉണ്ട്, അമ്മയുണ്ട്. അത് ആമീനെ കൂട്ടുന്നില്ല. ആമീനെ കൂട്ടി ഒരു പരിപാടി നടക്കില്ല. അതുകൊണ്ട് നമ്മൾ ഇറങ്ങിയാൽ നിൽക്കില്ല, ഓട്ടോ വരാൻ കാത്തിക്കില്ല. ബാക്കി നമ്മൾ ഇരുട്ടിയിലെത്തിയിട്ട് കാണിച്ചു തരാം. ഇതാ ആമി ഇതാ ഗൈസ്. അപ്പൊ ബാക്കി നമ്മൾ ഇരുട്ടിയിലെത്തി കാണിച്ചു തരാം. ഈ ബാഞ്ചോ വാങ്ങുന്നേ. അപ്പം നമ്മൾ കേക്ക് ഇവിടെ വാങ്ങി വെച്ചിട്ട് പോവുകയായിരുന്നു. എല്ലാ പരിപാടിയും കഴിഞ്ഞിട്ട് വരും. അല്ലെങ്കിൽ നമ്മൾ ഈ കേക്ക് വാങ്ങി വെച്ചിട്ട് അതാക്കിയൊക്കെ എടുക്കുന്നത്. കേക്ക് വാങ്ങി നമ്മൾ കയ്യിൽ വെച്ച് നടന്നാൽ ആ കേക്കൊക്കെ അതിൽ പേര് എഴുതിക്കൊണ്ട് നിൽക്കല. ബാഞ്ചോ ഫ്ലേവർ കേക്കാണ് വാങ്ങിയത്. LKG ബാഞ്ചോ ഫ്ലേവർ കേക്കാണ് നമ്മൾ വാങ്ങിയത്. ഹാപ്പി ബർത്ത്ഡേ അച്ഛൻ നോക്കി എഴുതി. അമ്മ പൈസ കൊടുക്കലാണ്. കൃത്യസമയത്ത് പോപ്പർ പൊട്ടിയില്ല. നമ്മളെ പോപ്പർ ചതിച്ച് പിന്നെ പോപ്പർ പൊട്ടി ഗൈസ്. അപ്പൊ സർപ്രൈസ് ചെറിയ രീതിയിലൊക്കെ കൊളായി, എന്നാലും കുഴപ്പമില്ല.
അപ്പൊ ഇന്ന് അച്ഛന്റെ ബർത്ത്ഡേ ആയിട്ട് സ്പെഷ്യൽ ബിരിയാണിയാണ്. അപ്പം ബിരിയാണി ഇവിടെ എല്ലാരും റെഡി ആയിക്കോട്ടെ. അമ്മയും ഇളയമ്മയാണ് ഇന്ന് ബിരിയാണി ഉണ്ടാക്കുന്നത്. അപ്പൊ ഇവിടെ ബിരിയാണിന്റെ ഒരുക്കങ്ങൾ നടന്നുകൊണ്ടിരിക്കല, ഞാൻ കാണിച്ചു തരാം കേട്ടാ. അപ്പൊ ഗൈസ് ഇവിടെ ബിരിയാണി ആയിക്കൊണ്ടിരിക്കല. ഇന്ന് ബർത്ത്ഡേ സ്പെഷ്യൽ ബിരിയാണിയാണ്. ഇത് നെയ്ച്ചോറ് അരി ആയിക്കൊണ്ടിരിക്കല. ഇത് നമ്മൾ ചിക്കൻ ഫ്രൈ ആക്കിയിട്ട് ഇത് റോസ്റ്റ് ആക്കിയിട്ട് ബിരിയാണിന്റെ കൂടെ മിക്സ് ആക്കാൻ വിചാരിച്ച്. അമ്മയും ഇളയമ്മയും നല്ല തിരക്കില്ല ബിരിയാണി ഉണ്ടാക്കുന്നതിൻ്റെ. ഇതെല്ലാം സെറ്റാവാനായി, എല്ലാം ഏകദേശം കഴിയാനായി. അപ്പൊ ഇവിടെ ഇളയമ്മ ബിരിയാണി ലെയർ ചെയ്തോണ്ടിരിക്കല. ഫസ്റ്റ് ശേഷം ചിക്കൻ ഇടുന്നുണ്ട്. നല്ല മണം കേട്ടോ, നല്ല സ്മെല്ല് വരുന്നുണ്ട്. ഇപ്പം തന്നെ കൊതിയാവുന്നുണ്ട്. അതിനുശേഷം ചിക്കൻ വറുത്തിട്ട് റോസ്റ്റില് ചേർക്കുക ചെയ്തേ. അപ്പൊ ചിക്കൻ ലെയറായിട്ട് ഇട്ട് കൊടുത്ത് നല്ല മണാക്കി. അതിനുശേഷം മല്ലിയില ഇട്ട് കൊടുക്കുന്നുണ്ട്. അമ്മമ്മയുടെ സലാഡിനുള്ള കഷ്ണം അരിഞ്ഞോണ്ടിരിക്കല. കക്കിരിക്ക് ഉള്ളിയെല്ലാം പച്ചമുളകെല്ലാം അരിഞ്ഞോണ്ടിരിക്കല. അമ്മമ്മ കഴിഞ്ഞാ ഞാനും കഴിച്ചോണ്ടിരിക്കല. അച്ഛനുണ്ട്, അമ്മമ്മയുണ്ട്, ഇളയച്ചനും അച്ഛനും എല്ലാം കഴിച്ചോണ്ടിരിക്കല. ഇനി ഞാനും പോയി കഴിക്കട്ടെ. ധോനിയെ കാണിച്ചു തരാം. ധോനി എവിടെയാ ഇരിക്കുന്നേ? അല്ല ധോനി കഴിച്ചോണ്ടിരിക്കല. ഇത് എന്റെ ചോറ് കൂടി ഉണ്ട്. നമ്മളെന്താ ആമി നടന്ന് ഉറക്കാം. അതുകൊണ്ട് ആമി കുറച്ച് ചോറുന്നു. നമ്മൾ രണ്ടാള് ലെഗ് പീസിന്റെ ആളാ. അതുകൊണ്ട് നമുക്ക് രണ്ടാൾക്കും ഓരോ ലെഗ് പീസും കിട്ടി. ബാക്കി വിശേഷങ്ങൾ കഴിച്ചിട്ട് കാണിച്ചത് അല്ലേ. ഇതെന്റെ അച്ഛമ്മ. അപ്പൊ പായസം അച്ഛന് വേണ്ടി കഴിക്കുന്ന, അച്ഛന് ഇഷ്ടപ്പെട്ട പായസമാണ് പ്രഥമൻ. അപ്പം അച്ഛമ്മ വീടുണ്ടാക്കിക്കൊണ്ടുവന്ന തറവാട് വീട് അപ്പുറം, ഇത് പുതിയ വീട് എടുത്തിയ. അപ്പോൾ ഈ അച്ഛമ്മ അച്ഛന് വേണ്ടിയിട്ട് പായസം കഴിക്കുന്ന, അച്ഛന് ഇഷ്ടപ്പെട്ട പായസം ഇത് പ്രഥമൻ. അപ്പം ഇന്നത്തെ പരിപാടിയെല്ലാം കഴിഞ്ഞ് നമ്മൾ ഇന്ന് പൊളിച്ചക്ക് 12 മണിക്ക് കേക്കെല്ലാം മുറിച്ച് എല്ലാം കഴിഞ്ഞ് ഉച്ചക്ക് ബിരിയാണി ആക്കി. ബിരിയാണി എല്ലാം കഴിച്ച ശേഷം ഇപ്പം എന്താ പറയുക, എല്ലാവരും പോയി. ഇപ്പം കുറച്ച് മുമ്പ് എല്ലാവരും പോയത്. അപ്പം നമ്മൾ ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ ഉള്ളൂ. നമ്മളെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും. ബൈ.